ലോകത്തെ വിറപ്പിച്ച മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയയുടെ ചരിത്രത്തിലെ ഒരു അധ്യായം കൂടി അവസാനിക്കുന്നു. അമേരിക്കയും മെക്സിക്കോയും ഒരുപോലെ ഭയപ്പെട്ടിരുന്ന ലോകത്തെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ ഒരാളായ എൽ മെൻചോ കൊല്ലപ്പെട്ടിരിക്കുന്നു. എൽ മെൻചോയുടെ മരണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മെക്സിക്കോയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വൻ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മെക്സിക്കോയിലെ ഏറ്റവും ക്രൂരമായ ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിന്റെ അധിപൻ ആരായിരുന്നു എൽ മെൻചോ? 1966 മെക്സിക്കോയിലെ മിച്ചോവാക്കനിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് നെമസിയോ ഒസെഗ്വേര സെർവാന്റിസ് എന്ന എൽ മെൻചോ ജനിച്ചത്. ദാരിദ്ര്യം കാരണം സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അയാൾ ഉപജീവനത്തിനായി അവക്കാഡോ തോട്ടങ്ങളിൽ ജോലി ചെയ്തു തുടങ്ങി. പിന്നീട് കൂടുതൽ പണത്തിനായി അമേരിക്കയിലേക്ക് കടന്നു. 80കളിൽ അമേരിക്കയിൽ എത്തിയ അയാൾ അവിടെ ഹെറോയിൻ കടത്താൻ തുടങ്ങി. എന്നാൽ താമസിയാതെ പിടിക്കപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു. ശിക്ഷയ്ക്ക് ശേഷം മെക്സിക്കോയിലേക്ക് നാട് കടത്തപ്പെട്ട എൽ മെൻചോ പോലീസ് ഉദ്യോഗസ്ഥനായി കുറച്ചു കാലം ജോലി ചെയ്തു. എന്നാൽ നിയമത്തിന്റെ വഴിയിൽ നിന്നും അയാൾ അധോലോകത്തിന്റെ ഇരുട്ടിലേക്ക് നടന്നുകയറി. കേവലം ഒരു ഗുണ്ടയിൽ നിന്നും മെക്സിക്കോയിലെ ഏറ്റവും വലിയ കാർട്ടൽ തലവനായി അയാൾ വളർന്നത് ചോരപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടാണ്. മെക്സിക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മാഫിയ തലവൻ എൽ ചാപ്പോ ജയിലിലായതോടെയാണ് എൽ മെൻചോയുടെ പ്രതാപകാലം ആരംഭിക്കുന്നത്. മില്ലേനിയോ കാർട്ടലിൽ ചേർന്ന അയാൾ തന്റെ ബുദ്ധിശക്തി കൊണ്ടും ക്രൂരത കൊണ്ടും പെട്ടെന്ന് ഉയരങ്ങളിലെത്തി. പിന്നീട് അദ്ദേഹം സ്വന്തമായ ഒരു സംഘം രൂപീകരിച്ചു, ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ അഥവാ CJNG. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മെക്സിക്കോയിലെ മറ്റു പ്രധാന കാർട്ടലുകളെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് എൽ മെൻചോ തന്റെ സാമ്രാജ്യം വിപുലീകരിച്ചു. അത്യാധുനിക ആയുധങ്ങൾ, ഹെലികോപ്റ്ററുകൾ, എന്തിനും മിസൈലുകൾ വരെ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ കൈവശമുള്ള സമാന്തര സൈന്യം, പോലീസിനും പട്ടാളത്തിനുമെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കാൻ പോലും മടിക്കാത്തവർ. അമേരിക്കയുടെ തെരുവുകളിൽ എത്തുന്ന ഭൂരിഭാഗം മയക്കുമരുന്നിനും പിന്നിൽ എൽ മെൻചോയുടെ കൈകളുണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എൽ മെൻചോ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപൂർവമായി മാത്രം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന എൽ മെൻചോയ്ക്ക് തെന്നി മാറാൻ അസാമാന്യ കഴിവായിരുന്നു. അതിനാൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയായി അയാൾ മാറി. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ DEAയും മെക്സിക്കൻ സൈന്യവും വർഷങ്ങളായി ഇയാൾക്ക് പിന്നാലെയായിരുന്നു. $10 മില്യൺ, അതായത് ഏകദേശം 80 കോടിയിലധികം രൂപയാണ് ഇയാളുടെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടിരുന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന എൽ മെൻചോ കൊല്ലപ്പെട്ടെന്ന വ്യാജ വാർത്ത പലപ്പോഴായി പുറത്തു വന്നു. എന്നാൽ ഇപ്പോഴത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിർത്തി കടന്നുള്ള ഒരു സംയുക്ത നീക്കത്തിലാണ് എൽ മെൻചോ കൊല്ലപ്പെട്ടത്. മെക്സിക്കോയിലെ ഉൾവനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അയാളെ സൈന്യം വളഞ്ഞു. സ്പെഷ്യൽ ഫോഴ്സിന്റെ വെടിയേറ്റ എൽ മെൻചോയെ ചികിത്സയ്ക്കായി മെക്സിക്കോ സിറ്റിയിലേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്നതിനിടെയാണ് മരണം. എൽ മെൻചോയുടെ മരണം മെക്സിക്കൻ അധോലോകത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കും. എന്നാൽ ഇത് സമാധാനത്തിലേക്ക് നയിക്കുമോ അതോ പുതിയ അധികാര തർക്കത്തിനും രക്തച്ചൊരിച്ചിലിനും കാരണമാകുമോ എന്ന് കണ്ടറിയണം. എൽ മെൻചോയുടെ പിൻഗാമി ആര് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്.